അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെന്താ ചെറിയൊരു ട്രിപ്പ് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം എയർപോർട്ടിലേക്ക് ഒരു 1.5 മണിക്കൂറോളം ഏകദേശം എടുത്തു. നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ വേൾഡ്സ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ എനർജി, അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ചെക്കിനൊക്കെ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയി. അപ്പോൾ ഏകദേശം എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ അവിടുത്തെ ചെക്കിങ്ങിൽ കയറി. പക്ഷേ നമ്മുടെ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. റോയൽ ക്രഞ്ചിയും പിന്നെ ഒരു തണ്ടൂർ ബർഗറും പിന്നെ ഒരു ടാക്കോസും കൂടെ പറഞ്ഞു. ഞാനൊരു ബർഗറാട്ടോ പറഞ്ഞേ. സംഭവം ടേസ്റ്റിയാണ്, കൊള്ളാം, പ്രോബ്ലമൊന്നുമില്ല. കുറച്ച് കോസ്റ്റ്ലിയാണെന്ന് മാത്രം. ഒരു ബർഗർ 300 രൂപയാണെന്ന് മാത്രം. സംഭവം ടേസ്റ്റിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. 250 രൂപയുടെ കാപ്പി, സൂപ്പർ കാപ്പി, 250 രൂപയുടെ കാപ്പി. നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലൈറ്റ് കിട്ടി. നമ്മളെ തായ് എയർ ഏഷ്യയിലാണ് കേട്ടോ പോകുന്നത്. നമുക്ക് വിൻഡോ സീറ്റാണ് കേട്ടോ കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛനമ്മയും ബാക്കിലത്തെ സീറ്റിലുണ്ട്. അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. പുറത്ത് മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഗ്ലാസ് ഒക്കെ ഫുൾ വെള്ളമായിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ ഒന്നും കിട്ടില്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ടേക്ക് ഓഫ് ആയി. ഞാൻ ഈ മുകളിലത്തുള്ള വിഷ്വൽസ് കാണിക്കും. ഇന്ന് നമുക്ക് കുറച്ച് നേരം ഓഫാണ്. നല്ല ക്ഷീണമുണ്ട്, രാത്രിയും പാതിരാത്രിയായില്ലേ, ഇപ്പോൾ ഉറക്കം വരുന്നു. മുകളിലത്തെ ഉള്ള വിഷ്വൽസ് നല്ല രസമാണ്, നല്ല വെട്ടവും ലൈറ്റ്സൊക്കെ ആയിട്ട് സംഭവം നല്ല രസമാണ്. ഇനി കുറച്ച് മുകളിലത്തുള്ള വിഷ്വൽസ് കാണിക്കാം. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് ഗുയിസ്. ഏതാ രാജ്യം എന്ന് ഞാൻ പറയട്ടെ? വെൽക്കം ടു തായ്ലാൻഡ്. നമ്മൾ തായ്ലാൻഡിലാണ് എത്തിയിരിക്കുന്നത് ഗൈസ്. ഇതൊരു നെറ്റ്വർക്കിൻ്റെ പരസ്യമായിട്ടോ. എന്നാൽ വെൽക്കം ടു തായ്ലാൻഡ് കണ്ടപ്പോൾ ഞങ്ങൾ എടുത്ത അച്ഛനമ്മ മുമ്പിലുണ്ട്. നമുക്ക് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി. നമ്മളെ പിക്ക് ചെയ്യാനായിട്ടൊരു വാൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഹയേഴ്സ് ആട്ടോ. ഹയേഴ്സാണ് നമ്മുടെ സന്തത സഹചാരി. ഈ ഉടനീളം മൊത്തം ട്രാവൽ നമുക്ക് ഹയേഴ്സിനകത്താണ് വരുന്നത്. നല്ല കംഫർട്ടബിളാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുന്നു. 6:30-7 മണി ആ ടൈമൊക്കെ ആകുന്നു. നമ്മളെ ഫസ്റ്റ് സ്ഥലത്തായിട്ടുള്ള ടൈഗർ ടോപ്പിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഡ്രൈവർക്കൊക്കെ തായ് ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ കമ്മ്യൂണിക്കേഷനൊക്കെ ഇച്ചിരി പാടാണ്. നമ്മളൊരു പാക്കേജ് ത്രൂ ആണ് പോയേക്കുന്നത്. അപ്പോൾ പാക്കേജിലുള്ള ആൾ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. ഈ ചെറിയ വണ്ടിയുണ്ട്, ഇതൊരു ചൈനീസ് വണ്ടിയാണ്, ഇലക്ട്രിക്കാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള വണ്ടി. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇനിയും കാണിക്കാം. ഇത് സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ ഒരു എക്ലിപ്സ് കണ്ടു, പിന്നെ ഇത് BYD സീലാണ് കേട്ടോ, BMW X1. പിന്നെ വണ്ടികളൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്, നല്ല അടിപൊളി വണ്ടികൾ നമുക്ക് കാണാം. ഇനിയുള്ള വീഡിയോസിലെല്ലാം ഞാൻ കാണിച്ചു തരാം ഓരോ വണ്ടികളായിട്ട്. അപ്പോൾ ബാക്കിലായിട്ടോ നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഞാൻ പിന്നെ ചേട്ടനോട് ചോദിച്ചു, അറിയാവുന്ന ഇംഗ്ലീഷിലും കുറച്ച് മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ ഉപയോഗിച്ച് സംസാരിച്ച് അവസാനം ഞാൻ ഫ്രണ്ടിലിരുന്നു. അതുകൊണ്ട് ഈ ഫ്രണ്ടിലിരുന്ന് കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇപ്പോൾ നേരം വെളുക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സൂര്യനൊക്കെ പുറത്ത് വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ഡിമ്മാണ്. മുമ്പോട്ട് പോകുന്തോറും വെട്ടമൊക്കെ വന്ന് കുറച്ചുകൂടെ ഭംഗിയാവും. അത് സിറ്റി സ്കേപ്പും ഈ റോഡുകളൊക്കെ കാണാൻ നല്ല രസമാണ്. ഇതെല്ലാം എക്സ്പ്രസ് ഹൈവേസ് കേട്ടോ. ഇവിടെ സ്പീഡൊക്കെ ആണെങ്കിൽ 100-120 ആ റേഞ്ചിലൊക്കെ നമുക്ക് സുഖമായിട്ട് പോവുകയും ചെയ്യാം. അല്ലേ, ഇത് 6 വരി പാതയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 8 വരി പാതകളും കാണാം. അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് ഹൈവേസ് ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. നമ്മൾ DMK എയർപോർട്ടിലാണ് കേട്ടോ ലാൻഡ് ചെയ്തേ. ഇത് കണ്ടോ, ഒരു വ്രാംഗ്ലർ പോകുന്നുണ്ടോ. ഇത് ഓരോ എക്സ്പ്രസ് വേയിൽ നമുക്ക് ഇതേപോലൊരു സൈഡിലോട്ട് നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഫുഡ് കഴിക്കാനും ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് 7-Eleven ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, ചിക്കിങ് ഉണ്ട്, KFC ഉണ്ട്,
അങ്ങനെ മക്ഡൊണാൾഡ്സ് ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അവരുടെ ലോക്കൽ ഫുഡ് ചെയിൻസിൻ്റെയൊക്കെ ഓരോരോ ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് നല്ലൊരു ആശയമായിട്ട് തോന്നി. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. എക്സ്പ്രസ് ഹൈവേസ് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതല്ലേ. നമുക്ക് പെട്രോൾ അടിക്കണമെങ്കിലോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കുകയോ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് എക്സിറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തോട്ടോ. ഞാൻ എൻ്റെ മാപ്പ് സൈഡിൽ കാണിക്കാം കേട്ടോ. മാത്രമല്ല അത്യാവശ്യം നല്ല ടോളും ഉണ്ട് കേട്ടോ. ഇത് എക്സ്പ്രസ് ഹൈവേസ് ആയതുകൊണ്ട് തന്നെ ഓരോ കണക്ഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല ടോളുണ്ട്. ഞാൻ പുള്ളി ഇങ്ങനെ 120 ഭാഗത്ത് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് കണ്ടു. എനിക്കൊന്ന് അവിടുത്തെ ചാർജ് വെച്ച് നോക്കുമ്പോൾ അത് വലിയ ചാർജ് ആയിരിക്കത്തില്ല. എന്തായാലും കൊള്ളാം. ഇത് എനിക്ക് തോന്നുന്നത് വാനും കൂടെ അല്ലേ, അപ്പോൾ ചാർജ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എന്തായാലും ടോളുകളൊക്കെ കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോവാണ്. അങ്ങനെ എത്തി നമ്മൾ ടൈഗർ ടോപ്പിയിലെത്തി കേട്ടോ. നമ്മൾ ഏതായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ടൈഗർ ടോപ്പിയിലാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ടൈഗർ ടോപ്പി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ടൈഗേഴ്സ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് എന്തായാലും കയറി നോക്കാം. കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല മരങ്ങളൊക്കെ വെച്ച് സംഭവം അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ സൈഡിന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂപ്പൺ എടുത്തരാമെന്ന് പറഞ്ഞു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി നോക്കാം. ഫ്രണ്ടിൽ തന്നെ ടൈഗറിൻ്റെ ഒരു സ്തൂപമൊക്കെ ഉണ്ട്. ടൈഗർ ടോപ്പിയ ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാം. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാല്ലേ, പല ഫ്ലേവറിലുള്ള ലേസ് ഇരിക്കുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുറച്ച് പോഹയും പിന്നെ ഒരു വടയും ഉണ്ടോ. പോഹ കുഴപ്പമില്ല എന്നേ ഉള്ളൂ, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. വടയും പോഹ പോഹ കുഴപ്പമില്ലെന്നേ ഉള്ളൂ, എടുത്തുകൊണ്ട് കഴിക്കുന്നു. എനിക്ക് അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ ദോശ ഉണ്ടാകുന്നതാണ്. ദോശ കണ്ട് നമ്മൾ വിടുമോ, അപ്പോൾ തന്നെ നമ്മളൊരു ദോശ എടുത്തു. ദോശ ഫ്രഷായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ദോശയും സാമ്പാറും എടുത്തു. ഇത് കൊള്ളാം സംഭവം, ഇത് കുഴപ്പമൊന്നുമില്ല. ഗുഡ്. അപ്പം നമ്മൾ ദോശയും കഴിച്ച് ഒരു ചായയും കൂടെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ നമ്മൾ കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് തൊട്ടടുത്ത് തന്നെ കുറേ ടൈഗേഴ്സൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഗ്ലാസ് ഒട്ടും ക്ലിയർ അല്ല കേട്ടോ, എല്ലാം അഴുക്ക് പിടിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്ത് നിന്ന് നോക്കാം. ഉറപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് നോക്കാം. എന്നാലും നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ, നമ്മുടെ പൂച്ചകളൊക്കെ ഇങ്ങനെ എണീക്കുന്ന കണ്ടില്ലേ. 2 എണ്ണം ഉണ്ട്. കുറേ ടൈഗേഴ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. 4-5 എണ്ണം നമ്മളിവിടെ സൈഡിൽ കിടക്കുന്നത് കണ്ടു. പ്രശ്നം വെച്ചാൽ ഈ ഗ്ലാസ് ഒട്ടും ക്ലീൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത്രയും ഒരു രസമില്ല. പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ ഫോണിലൊക്കെ എടുക്കാൻ നോക്കി, രക്ഷയില്ല. എന്നാലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈഗേഴ്സിനെയൊക്കെ കണ്ട് അതിൻ്റെ രസമൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുക. അതാണ് മീൻ പരിപാടി. വണ്ടിക്കകത്തോട്ട് കയറ്റുന്നുണ്ട്. ഫ്രണ്ട് ചെയ്യാൻ പുള്ളിക്കാരനോട് ചോദിച്ചു ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റും. ഫ്രണ്ടിൽ ഇരിക്കാമെന്ന് അറിയും. ഇത് ഇലക്ട്രിക്കാന്ന് തോന്നുന്നു കേട്ടോ. അതെ ഇലക്ട്രിക്കാണ്. ഈ വീഡിയോ എടുക്കുന്നതെല്ലാം DJയുടെ ആക്ഷൻ ക്യാമറയല്ല കേട്ടോ. ഈ സാധനം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ടിക്കറ്റിൻ്റെ പ്രൈസ് ഏകദേശം 200 ബാത്താണ്. പക്ഷെ നമ്മുടെ പാക്കേജിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ആണ് കേട്ടോ. ക്യാപ്റ്റൻ ഷൂട്ട് ആൻഡ് ഫീഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. നമുക്ക് നോക്കാം. 15 ഷോട്ട്സ് ഉണ്ട് ഒരാൾക്ക്. ട്രൈ നോക്കാം. തോക്കുകളൊക്കെ ഇരിക്കുന്നു. തോക്കുകൾ അപ്പം ഇതിനെല്ലാം ആക്ഷൻ ക്യാമറ അല്ല എടുക്കുന്നത്. വെടി വെച്ചിടുക. അത് വെടി വെച്ചിടുക. അതേ വെടി വെച്ചിടുമ്പോഴത്തേന് അതിനകത്ത് ഫുഡ് താഴോട്ട് വീഴും. ആ റെഡിലാണ് വെടി വെക്കേണ്ടത്. അപ്പോൾ അടപ്പ് തുറന്ന് ഫുഡ് താഴെ വീണും. മൂന്നെണ്ണം അത് ഉപയോഗിക്കാന്ന്. ചെല്ല് വെടി വെച്ചോ, ചുമ്മാ വെച്ച്. വെടി വെക്കുന്നത് ഫസ്റ്റ് റൗണ്ട് പോയി.
വെടി ആ റെഡേ കൊള്ളണം. ചെയ്യും 15 ഷോട്ടുണ്ട് ചെയ്തോ. ഓ പ്രശ്നി ഓക്കെ. Wow. Oh yeah. Ada. ടൈഗർ മാമൻ തന്നെ കൈ ലോങ് ഇത് പിടിച്ചിട്ട് ഇതടിക്കും ലോങ് ഇത് പിടിച്ചിട്ട് ലോങ് അങ്ങനല്ല ഇങ്ങനെ പോയി. അങ്ങനെ പോയി. ഇതിവിടെ പോയി. ഇത് ഷോൾഡർ പോയി. എന്നിട്ട് ഇതിൻ്റെ ഇതും ഈ വെട്ടിക്കൂടെ ഈ നീഡൽ ടിപ്പ് വരണം. നീഡൽ ടിപ്പ് ആ റെഡിൽ പോയിന്റ് ചെയ്യണം. ഇതിനകത്തൂടെ നോക്കിയിട്ട് അത് രണ്ടും സ്ട്രെയിറ്റ് ലൈനിൽ. ഓക്കെ. ഇല്ല. യെസ് കൊണ്ട്, പക്ഷെ വീണില്ല. റെഡിൽ കൊണ്ടാലേ വീഴത്തുള്ളൂ. വീണ്. കൊള്ളുന്നുണ്ട് പക്ഷെ വീഴുന്നില്ല. റെഡിലൊക്കെ കുളിക്കാൻ നോക്കി പക്ഷെ വീണില്ല. എന്ന് വെച്ചാൽ ആ ഒരു ആദ്യത്തെ 2 എണ്ണത്തിന് എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഞാൻ അതിൽ തന്നെ വീണ്ടും കുളിക്കാൻ നോക്കി, നടന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വെടി വെച്ചപ്പോൾ സംഭവം വീണു, സെറ്റായി. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ക്യാമറയ്ക്ക് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ആക്ഷൻ ക്യാമറ. നമ്മൾ ഒരു തവണ ഉപയോഗിച്ച് നമ്മൾ കാർത്തിക് വീഡിയോ എടുത്തു. അല്ലാതെ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ട് വീഡിയോ അങ്ങനെ എടുക്കാറേ ഇല്ല. അപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ക്ഷമിക്കുക. ഇനി നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേന് അത് ഇമ്പ്രൂവ് ആയി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്രീൻ അങ്ങനെ കാണാനും പറ്റത്തില്ല, നമ്മൾ എന്തോ എടുക്കുന്നതെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് മുമ്പോട്ട് പോകുന്നതോറും അത് ബെറ്ററായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിത് ഷൂട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള മീറ്റ് താഴോട്ട് വീഴുന്നു, ടൈഗർ തിന്നുന്നു, നമ്മളും ഹാപ്പി, ടൈഗറും ഹാപ്പി. ഇതാണ് സംഭവം. അവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതെല്ലാം ഭയങ്കര ചാർജബിളാണ്, നല്ല ചാർജ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളത് നോക്കാൻ പോയില്ല. ഇത് നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് ടൈഗറിനെ കണ്ടാൽ മതി എന്നുള്ളതുകൊണ്ടും നമ്മൾ ടൈഗറിനെ കണ്ടു. കുറച്ച് ഇതേപോലെ ഷൂട്ട് ചെയ്ത് ഫീഡുകയും ചെയ്തു. വീട് ദൈവം കിടക്കുന്നു. എല്ലാം കിട്ടുമോ നോക്കിയിരിക്കുക. കണ്ടപ്പാ അങ്ങനെ മുമ്പോട്ട് നടന്നു വന്നപ്പോഴത്തേ ഇതേപോലെ ടൈഗറിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു സെറ്റപ്പ് കണ്ടു. എൻ്റെ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒന്ന് എടുക്കണമെങ്കിൽ 500 ബാത്ത്. 500 ബാത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500 രൂപ ഇന്ത്യൻ റുപ്പീസ് മിനിമം ഒരാൾക്ക്. അത് ഭയങ്കര ചാർജ് പോലെ തോന്നി. എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാം നല്ല കാണുന്നില്ല ഭംഗി. ഇതൊക്കെ കിടക്കുന്നുണ്ട്. ഒരു ടൈഗർ ഇങ്ങനെ കിടക്കുന്നു, മറ്റേ വേറൊരാൾ ദോ ഇരിക്കുന്നു, അവിടെ വാല് കാട്ടിയിരിപ്പുണ്ട്, വേറൊരാൾ ദോ ഇവിടെ ഇരിക്കുന്നു. എല്ലാത്തിനും കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈഗർ ടോപ്പിയ. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്, അത് കുറച്ചുകൂടി അടിപൊളി സ്ഥലമാണ്. എൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത സീരീസ് കാണാനായിട്ട് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.